ഞാനിപ്പോ വന്നതേ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. നീ ആരോട് ചോദിച്ചിട്ട് എന്റെ മോനെ കൊണ്ട് ഇവിടെ വന്നത്? മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞോ? കൊച്ചവിടെ സംസാരമൊന്നുമില്ല. മുമ്പ് എന്ത് നല്ലോണക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നു, നേരത്തെ കണ്ടിട്ടില്ല. ആ അവസ്ഥയാണ് ഇപ്പോഴവന്. അവനെ ഒന്ന് ഡോക്ടറെ കാണിക്കാം. അവൻ വീട്ടിൽ ആരടുത്തും സംസാരിക്കുന്നില്ല, റൂമിൽ അടച്ചിരിക്കുകയാണ്. ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയെങ്കിലും അവനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് ഇത്തായി വിളിച്ചിട്ടും അവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എന്ത് കുഴപ്പം? അല്ല, വേറൊന്നല്ല കാസിമ, മക്കളാവുമ്പോഴേ നമ്മളിപ്പോ അവരുടെ ബിഹേവിങ് എന്താക്കെ ഒന്ന് ശ്രദ്ധിക്കണത് അല്ലാണ്. അവരുടെ പെരുമാറ്റവും കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുമ്പോ അവർക്കൊന്ന് നമ്മൾ മാതാപിതാക്കളല്ലേ ശ്രദ്ധിക്കണ്ടേ. എന്റെ മോന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോ ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇതിപ്പോ എന്താ അറിയോ, ഓനങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല, ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷേങ്കില് ഓന്റെ മനസ്സിന് എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട്. എന്ത് വിഷമം? അല്ല, അവന്റെ പെരുമാറ്റം എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ലേ. 4 നേരം എന്നുള്ളതിന് 5 നേരം തിന്നത് അറിയാ. എന്റെ കാസിമ കുട്ടികൾക്ക് ഇങ്ങനെ ചോറ് ഉരുട്ടി വായിക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ പെരുമാറ്റത്തിലൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് മാതാപിതാക്കളാണ്. പെരുമാറ്റത്തിലെ വ്യത്യാസം അറിയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും നേരത്തെ വീട്ടിൽ വരണോ? പാതിരാത്രിയിലാ വീട്ടിൽ വരുന്നത്. സന്ധ്യയ്ക്ക് ആ കൊച്ചു ഉറങ്ങുന്നതിന് ഒരു ദിവസം നേരത്തെ വരുമോ? അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് സ്നേഹമായിട്ട് എന്ത് പറ്റിയെന്നൊന്ന് തിരക്കോ? അത് എത്ര ദിവസം പറഞ്ഞാൽ എൻ്റെ അടുത്ത് വഴക്കിന് നിൽക്കുന്നതല്ലാതെ ഒരു സ്നേഹമായിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ഒരു വാക്ക് സംസാരിക്കില്ല. കേൾക്കണം, പാതിരാത്രിയാണ് ഞാൻ വരുന്നത്. എന്നെ പാതിരാത്രി വരുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ചക്കപ്പോത്തിന് 4 നേരം വെട്ടി വിഴുങ്ങാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനൊന്നും പറയൊന്നും വേണ്ടേ. പിന്നല്ലാതെ അതൊക്കെ എന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. എന്ന് വെച്ചിട്ട് ആരും കുട്ടികളെ നോക്കാതെ നടക്കണേ. അല്ല, ഞാൻ പറയണത് കുടുംബത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആണുങ്ങൾ തന്നെയല്ലേ നോക്കുക ആസിമ. അത് വിചാരിച്ചിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഞാനിപ്പോ എന്ത് നോക്കുന്നില്ലെന്ന് നിങ്ങൾ ഈ പറയണേ. അതല്ല, അവന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇജ്ജ എന്താ പറഞ്ഞത്? അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാ പറഞ്ഞത്. എനിക്കൊന്നും തോന്നുന്നില്ല. അതെന്നെ പറഞ്ഞ അതൊക്കെ അതാണ് ഓനെ ശ്രദ്ധിക്കണില്ല എന്ന് പറയണത്. അതാണ് ഓന്റെ സ്കൂളിലുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്തിനാ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്താ എനിക്ക് തോന്നാത്തത്? അതിന് കൊച്ചിന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയം വേണ്ടേ? ഒരു ദിവസം 10-20 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതല്ല. അതാ കേട്ടാ, ഈ 20 പാക്കറ്റ് സിഗരറ്റാണ് ഇപ്പൊ വിഷയം. ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് 5 പാക്കറ്റ് സിഗരറ്റ് അവള് വലിക്കട്ടെ, 5 പാക്കറ്റ് സിഗരറ്റ് ഞാൻ. എന്താ ഇങ്ങനൊക്കെ സംസാരിക്കണേ? നിങ്ങളൊക്കെ സിഗരറ്റ് വലിക്കുമ്പോ കുട്ടികൾ കണ്ടാ എന്താ മനസ്സിലാക്കാത്ത? ആര് കണ്ടു അല്ലേ? ഇപ്പൊ സിഗരറ്റ് ഈ 10-20 സിഗരറ്റ് വലിച്ച എന്താണ് വലിച്ചോ? ഇപ്പൊ ഇത്ര പോന്നല്ലോ. അതൊന്നും ഇപ്പൊ ഉപദേശിക്കാൻ നമ്മളെ ആളല്ല. പക്ഷെ ഇതൊക്കെ കുട്ടികൾ കാണും. ആ കുട്ടികളാണ് ഇങ്ങോട്ട് പറയുന്നത്. എന്താ വഴക്കൂടി പോകുന്നത്? നീയേ ഒറ്റയ്ക്കല്ലേ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വന്നത്? ഒറ്റയ്ക്ക് നേരെ അവിടെ എത്തിക്കൊള്ളണം കേട്ടോ.